അമേരിക്കയിലെ ഡെട്രോയിറ്റിൽ പ്രശസ്തനായൊരു പാസ്റ്റർ, തന്റെ പ്രസംഗങ്ങൾ കൊണ്ട് ആയിരങ്ങളെ ആവേശഭരിതരാക്കിയിരുന്ന വ്യക്തി. കത്തോലിക്കാ സഭയെയും പരിശുദ്ധ അമ്മയെയും വിഗ്രഹാരാധകർ എന്ന് വിളിച്ചു പരിഹസിച്ചിരുന്ന അയാൾക്ക് ഒരു രാത്രിയിൽ അപ്രതീക്ഷിതമായൊരു വെളിപാടുണ്ടായി. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന ഒരു വലിയ സമൂഹത്തിന്റെ തന്നെ ഭാവി മാറിമറിഞ്ഞു. ആരായിരുന്നു ആ പാസ്റ്റർ? വീഡിയോ അവസാനം വരെ കാണുക. ഈ സത്യം നിങ്ങളെയും അത്ഭുതപ്പെടുത്തും. അദ്ദേഹത്തിന്റെ പേര് അലക്സ് ജോൺസ്. മിഷിഗണിലെ ഡെട്രോയിറ്റിലുള്ള മാരനാഥ ക്രിസ്ത്യൻ ചർച്ച് എന്ന പെന്തക്കോസ്ത് സഭയുടെ കരുത്തനായ നേതാവ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, അതായത് 1998 ഒരു ദിവസം, കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് മാറുന്നവരെ തടയാനായി അദ്ദേഹം ഒരു വെല്ലുവിളി ഏറ്റെടുത്തു. ആദിമസഭ എങ്ങനെയായിരുന്നു എന്ന് ബൈബിൾ വച്ച് പഠിച്ചു തെളിയിക്കുക. പക്ഷേ സത്യം കണ്ടെത്താൻ ബൈബിൾ തുറന്ന അലക്സിനെ കാത്തിരുന്നത് മറ്റൊരു യാഥാർത്ഥ്യമായിരുന്നു. അദ്ദേഹം വായിക്കുന്ന ഓരോ വരിയും അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതുപോലെ തോന്നി. താൻ ഇത്രയും കാലം പഠിപ്പിച്ചത് തെറ്റായിരുന്നോ എന്ന ചോദ്യം അലക്സിനെ വേട്ടയാടി. കത്തോലിക്കാ സഭയെ വെറുക്കാൻ ഉപയോഗിച്ച അതേ ബൈബിൾ വരികൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെക്കുറിച്ചും വിശുദ്ധ കുർബാനയുടെ സത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. ആ പഠന കാലയളവിൽ ഒരു രാത്രിയിൽ പ്രാർത്ഥനയ്ക്കിടയിൽ പരിശുദ്ധ അമ്മയുടെ ആത്മീയ സാന്നിധ്യം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. ലൂക്ക 1-ാം അധ്യായം 48-ാം വചനത്തിലെ "ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും" എന്ന വചനം അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങി. തന്റെ അമ്മയെ താൻ ഇത്രകാലം അപമാനിച്ചല്ലോ എന്നോർത്ത് ആ പാസ്റ്റർ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ആ ചരിത്ര നിമിഷമെത്തി. 2001 ജനുവരി 14 സെന്റ് സലാം കത്തോലിക്ക ദേവാലയത്തിന്റെ പടികൾ കയറി ആ ഇടയൻ മടങ്ങിവന്നു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. തന്റെ വാക്കുകൾ വിശ്വസിച്ച് കൂടെ നിന്ന 54 സഭാവിശ്വാസികളെയും കൈപിടിച്ചാണ് അദ്ദേഹം കത്തോലിക്കാ സഭയുടെ മടിത്തട്ടിലേക്ക് എത്തിയത്. താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യവും പണവും പ്രശസ്തിയും സത്യത്തിനു വേണ്ടി അദ്ദേഹം ഉപേക്ഷിച്ചു. 28 വർഷത്തെ പ്രവാസത്തിനു ശേഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്ന് ലോകത്തെ ഞെട്ടിച്ചു. പിന്നീടൊരു കത്തോലിക്ക ഡീക്കനായി മാറിയ അലക്സ് ജോൺസ് 2017 ജനുവരി 14-ാം തീയതി കൃത്യം തന്റെ പരിവർത്തനത്തിന്റെ 16-ാം വാർഷികത്തിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഒരു പാസ്റ്റർ നടത്തിയ ഈ മടക്കയാത്ര ഇന്ന് ദശലക്ഷങ്ങൾക്ക് പ്രചോദനമാണ്. ഈ അത്ഭുത കഥയെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? താഴെ കമന്റ് ചെയ്യുക. സമാനമായ കൂടുതൽ സാക്ഷ്യങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.